ജിഗ് ഓട്ടോമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലേറ്റസ്റ്റ് ടോപ്കോൺ പാനൽസുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻവേർട്ടേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. എന്നുവെച്ചാൽ ഒരു കസ്റ്റമർ വിളിച്ചായിരുന്നു, വേറെ തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഒരു കസ്റ്റമറാണ്. പുള്ളിക്ക് ഒരു ബ്രാൻഡ്, ഞാൻ പറയുന്നില്ല ഏതാ ബ്രാൻഡെന്ന്, ആ ബ്രാൻഡ് ഇൻവേർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പുലർ ബ്രാൻഡ്. അവർക്ക് പ്രൊഡക്ഷൻ ഒത്തിരി കുറവാണ്, അത് ഇത്രയും പ്രൊഡക്ഷനിൽ കൂടുതൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഒരു വിഷമം. അപ്പം ഞാൻ ചോദിച്ച് എന്തുവാ ഏത് ബ്രാൻഡാന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഈ ബ്രാൻഡാന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും അതിനകത്ത് കമൻറ്റ് ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഈ ടോപ്കോൺ പാനൽസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻവേർട്ടേഴ്സ് ഏതൊക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവേർട്ടർ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ച്, എന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഇൻവേർട്ടർ വേണമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ട്രൈ ചെയ്ത്, അങ്ങനെ നമ്മൾ ടോപ്കോൺ പാനൽസുമായിട്ട് യൂസ് ചെയ്യാൻ എൻഫേസ് യൂസ് ചെയ്യാൻ പറ്റും. മൈക്രോ ഇൻവേർട്ടറായിട്ട് അവർ 8P എന്ന് പറഞ്ഞൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. പക്ഷേ സ്ട്രിങ് ഇൻവേർട്ടർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ കറണ്ട് കൂടുതലാണ്, അത് മാത്രമല്ല ഇതിൻ്റെ കറണ്ട് കൂടുതലായതുകൊണ്ട് ഇൻവേർട്ടർ അതിനുമായിട്ട് മാച്ച് ആകണം. ഇൻവേർട്ടർ ഓക്കെ ഏതാണ്ടൊക്കെ മാച്ചായി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രിങ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു പരിധി വരെ നോക്കിയിട്ട് നമ്മൾ ഇൻവേർട്ടറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സൺവേ എന്ന് പറഞ്ഞൊരു ഇൻവേർട്ടറാണ്. ഈ ബ്രാൻഡ് ഇൻവേർട്ടർ ജർമ്മൻ ടെക്നോളജിയാണ്. 1993 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, ജർമ്മൻ കമ്പനിയായിരുന്നു. പക്ഷെ അവർക്ക് ഒത്തിരി ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റർ ഓൺ SFCE എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ചൈനീസ് ബ്രാൻഡ് കമ്പനി, ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അവർ ഈ ബ്രാൻഡിനെ ഏറ്റെടുത്ത് അവരുടെ പ്രൊഡക്ഷൻ ലൈന് ചൈനയിൽ സെറ്റപ്പ് ചെയ്ത്, സെയിം അവർ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല, മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ ബ്രാൻഡ് ആ കോമ്പണൻസ് കണ്ട സെയിം അതിൻ്റെ ഒറിജിനൽ കോമ്പണൻസ് പോലെ ജർമ്മൻ സെയിം ഇതാണ് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ അവർ അതിനകത്ത് റിസർച്ച് ചെയ്യാനുള്ള എക്സ്പെൻസസ് ഇത് ചിലവാക്കാതെ അവരതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത് നോക്കുമ്പം ഈ ഇൻവെർട്ടറിനെ കുറിച്ച് കുറേ അഡ്വാൻറ്റേജസ് നമ്മൾ പറയുവാണെങ്കിൽ ഇത് ഫുള്ള് അലുമിനിയം ബോഡിയാണ്, ഫുള്ള് ഒറ്റ പീസാണ്, മോൾഡഡ് പീസാണ്. അതുകൊണ്ട് എന്തോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പണൻറ്റും ഈ അലുമിനിയമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഫുൾ സെറ്റപ്പ് ഒരു ഹീറ്റ് സിങ്ക് പോലെ ആക്റ്റീവാണ്. ഹീറ്റ് സിങ്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് പുറകിൽ, അതും ഇൻറ്റഗ്രൽ പാർട്ടാണ്, അതിൻ്റെ ബാക്ക് പ്ലേറ്റിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. അങ്ങനെ ആവുമ്പോൾ ഫിൻസ് ഉണ്ട്, ആ ഫിൻസിൽ കൂടെ ഹീറ്റ് ഡിസിപ്പേറ്റ്, അല്ലാതെ ഈ ബോഡിയും ടെമ്പറേച്ചർ കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് നോർമലി നോക്കിയാൽ ഈ ഇന്റേണൽ കോമ്പണൻസ് എല്ലാം കൂളായിട്ടായിരിക്കുന്നത്. എത്ര ടെമ്പറേച്ചർ വന്നാലും എത്ര ഇത് വന്നാലും അത് കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ടോപ്കോൺ പാനൽസിൻ്റെ കറണ്ട് റേറ്റിംഗ് കുറഞ്ഞ് 13.3 അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് 15 amps ഇത് ഓക്കെയാണ്, ഈ ഇൻവെർട്ടർ ഹാൻഡിൽ ചെയ്തോളും. ടോപ്പ് സൈഡ് ആയാലും ഇത് അതിൻ്റെ സ്പെക്കിനകത്താണ്. പിന്നെ അതുപോലെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വോൾട്ടേജും ഇതിൻ്റെ നോമിനൽ വോൾട്ടേജ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 360 വോൾട്ടാണ്. അതിൻ്റെ 2 സ്ട്രിങ് ഉള്ളതുകൊണ്ട് അത് 360 ഇരിക്കുള്ളൂ, 360 താഴെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ഒരു 400 വോൾട്ട് വരെ പോകും. ഇത് 550 വരെ ഹാൻഡിൽ ചെയ്യും. പിന്നെ സ്റ്റാർട്ടപ്പ് വോൾട്ടേജ് 100 അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് വരുമ്പോഴത്തേക്ക്, വെട്ട വരുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ കട്ട് ഓഫ് വരത്തില്ല, എന്ന് വെച്ചാൽ വോൾട്ടേജ് നമ്മൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 360 ആയാലും അങ്ങനെ കുറഞ്ഞാലും 160 വരെ 150 വരെ വരത്തുള്ളൂ. അതുകൊണ്ട് അത് ഡ്രോപ്പ് ആകത്തില്ല. പ്രൊഡക്ഷൻ കുറയുമായിരിക്കും, പക്ഷേ ഇൻവെർട്ടർ ഓഫായി ഓൺ ആകത്തില്ല. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഇൻവെർട്ടർ എന്തായാലും നമ്മൾ പറയേണ്ട ഒരു സാധനം തന്നെ. ഇത് മാർക്കറ്റിൽ അത്രയും പോപ്പുലർ ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ പോപ്പുലർ ആവും, എന്ന് വെച്ചാൽ ടോപ്കോണിൻ്റെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ ആയതുകൊണ്ട്. പിന്നെ ഉള്ളത് ഈ ഇൻവെർട്ടറിൻ്റെ സർവീസ് എല്ലാം നമുക്ക് ബാംഗ്ലൂരിൽ അവൈലബിൾ, സർവീസ് സെൻറ്റർ ബാംഗ്ലൂരിൽ അവൈലബിൾ, സർവീസ് എഞ്ചിനീയേഴ്സ് കേരളത്തിലുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഇൻവെർട്ടറിന് OLED എന്ന് പറഞ്ഞ ഡിസ്പ്ലേയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ക്ലാരിറ്റി ഉണ്ട്, ഫെയിലിയർ റേറ്റ് അത്രയും കാണത്തില്ല OLED. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, അത് അങ്ങനെ ഫെയിൽ ആകത്തില്ല. LED സ്ക്രീൻ, LCD അല്ല, അതുകൊണ്ട് LED ബ്രൈറ്റ് ആയിരിക്കും, ഇരുട്ടത്ത് എവിടെ പോയി നിന്നാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ LED നല്ല ക്ലിയറാണ്, അതിനകത്ത് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വൈഫൈ കണക്ഷനും ഏതാന്ന് വെച്ചാൽ ഡോങ്കിൾ നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്കോൺ പാനൽസുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഈ സൺവേസ് ഇൻവെർട്ടറിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഇട്ട വീഡിയോ ആണ്. താങ്ക് യു.